ഞാൻ ഇതുവരെയായിട്ടും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതെന്റെ ലൈഫിലല്ല നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആരാ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ടൈമിൽ വിചാരിക്കും ആരാ ഏതാ കൊച്ചി നീ എന്തൊക്കെ വിചാരിക്കും. അപ്പൊ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പൊ എന്റെ പേര് അക്ഷയ ബിജു എന്നാണ്. എന്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ആറ്റിങ്ങക്കാരിയാണ് ഞാൻ. പിന്നെ PG ഞാനിപ്പോ MSW ആണ് എടുത്തിരിക്കുന്നത്. അതിപ്പോ ലാസ്റ്റ് ഇയർ ആയി ഞാൻ എന്റെ PG കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കൊറോണ ടൈമിലാണ്. ഞാൻ എനിക്കൊരു ഡിഗ്രി ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമ്മിലോ ഒക്കെ എത്തിയ ടൈമിലാണ്. ഞാൻ കൊറോണ വരുന്ന ആ ടൈമിലാണ്. അപ്പൊ ആ ടൈമിലാണ് ഞാൻ എന്റെ വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഞാൻ ഫീസ് ഒന്നും റിവീൽ ചെയ്യാത്ത വീഡിയോസ് ആണ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇട്ടിരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് എഡിറ്റിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ഫ്ലവേഴ്സ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ അറിയാതെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ. അവരാരുടെയും പറഞ്ഞില്ല സത്യം. അങ്ങനെ പക്ഷെ അവര് നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. എനിക്ക് ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദേവപ്രിയ എന്നാണ് പേര്. അപ്പൊ അവളെ വീട്ടിലുള്ള ഓരോ ഫ്ലവേഴ്സിന്റെ ഫോട്ടോസ് ഒക്കെ എനിക്ക് എടുത്ത് അയച്ചത്. അപ്പൊ ഞാനത് ലൈറ്റ് റൂമിൽ ഇട്ടൊക്കെ എഡിറ്റ് ചെയ്തിന്റെ വീഡിയോസ് ഒക്കെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തോണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഗ്യാപ്പ് എടുത്ത് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ അത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഞാൻ എന്റെ ഫേസ് ഒക്കെ റിവീൽ ചെയ്ത് അതിൽ ഹാക്കും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിനാണ് എനിക്ക് തോന്നുന്നു മറ്റേ സബ്സ്ക്രൈബ്സ് ഒക്കെ കൂടി വരണം എന്ന് ഉദ്ദേശിച്ച ഭയങ്കരമായിട്ട് കൂടി വരണമല്ല, ചെറിയ രീതിയിൽ തന്നെ കുറച്ച് പേര് അറിയുന്നത്. കാരണം എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നൊക്കെ കുറച്ച് പേരൊക്കെ അറിയുമല്ലോ, അതായത് ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ അറിയും. അപ്പൊ അങ്ങനെ അറിഞ്ഞ് കുറച്ച് പേരൊക്കെ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ലൈക്കും വ്യൂവേഴ്സ് ഒക്കെ കൂടിയായിരുന്നു. നേരത്തെ ഇട്ട വീഡിയോസിലൊന്നും ആരും കാണത്തൊന്നുമല്ലോ, ആകെ 18 പേര് 20 പേരൊക്കെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇട്ട ഈ ഫീസ് ഒക്കെ റിവീൽ ചെയ്തിട്ടല്ലോ തുടങ്ങിയപ്പോഴാണ് 1.1K ഒക്കെ 2K ഒക്കെ അടിക്കാൻ തുടങ്ങിയത്. 1K ഒക്കെ ഫീസ് ഒക്കെ റിവീൽ ചെയ്ത ടൈമിലാണ്. ആ ടൈമിലാണ് എനിക്ക് വീഡിയോസിന് കുറച്ചും കൂടെ ഒരു വാച്ചവേഴ്സ് ഒക്കെ കൂടി തുടങ്ങിയത്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഗ്യാപ്പ് എടുത്ത്. അതാണ് സീൻ. ഞാൻ അങ്ങനെ 2 തവണയാണ് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെക്കാളും കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് ഇപ്പോഴാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഡെയിലി അല്ല എന്നാലും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. സബ്സ്ക്രൈബ്സ് ഒക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ വീഡിയോ ഇട്ടത് കൊണ്ട് ഞാൻ കുറച്ചു പേരൊക്കെ എന്നെ അറിയണം എന്ന് വെച്ചത് കോളേജിലൊക്കെ അറിയോ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. അവരങ്ങനെയൊക്കെ പറയുന്ന ടൈമിലൊക്കെ ഞാനൊരു യൂട്യൂബർ ആണ്, സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. കാരണം എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്നും എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആ ഒരു ടൈപ്പിലുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ വീഡിയോ എന്നൊരു കുഞ്ഞു വീഡിയോ ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എനിക്കറിയാം ഈ ഒരു ഫീൽഡ് ഭയങ്കര ടഫായിട്ടുള്ള ഫീൽഡാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോസിൽ നല്ലതുപോലെ കണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്ത എന്ത് വീഡിയോസ് ഇട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ കൂടെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസും കൊണ്ടാണ് ഞാൻ സത്യമായ വീഡിയോസ് കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് പറയാനായിട്ടുള്ളത്. ഇത് ആദ്യമായിട്ട് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും. ഞാൻ ലൈവായിട്ട് ക്യാമറയുടെ മുന്നിൽ ഇന്ന് സംസാരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിന്റെ ഓരോ എക്സൈറ്റ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ ദെൻ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് പോകുന്ന ആൾക്കാര് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ നിൽക്കുക കേട്ടല്ലോ. പിന്നെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും എന്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് എന്റെ എല്ലാം. ഓക്കെ ബൈ.